മികച്ച ഭൂരിപക്ഷത്തോടെ കർണാടകയിൽ ആധികാരിക വിജയം നേടിയ കോൺഗ്രസിന്റെ ആഘോഷ പ്രകടനങ്ങൾ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവരെ കടുത്ത സമ്മർദ്ദത്തിലാഴ്ത്തുന്ന എട്ടിന്റെ പണിയുമായി പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് മികച്ച ഭൂരിപക്ഷം നേടിയപ്പോൾ കർണാടകയിൽ വർഗീയതയുടെ കട പൂട്ടിയെന്നും സ്നേഹത്തിന്റെ കട തുറന്നു എന്നുമൊക്കെ രാഹുൽ ഗാന്ധി പ്രസ്താവിച്ചെങ്കിലും ഇപ്പോൾ ഇതാ തെല്ലും കലവറയില്ലാതെ അധികാരത്തിനു വേണ്ടി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് സ്നേഹത്തിന്റെ കടയിൽ കയറി വിലപേശലുമായി ഇസ്ലാമിസ്റ്റുകൾ രംഗത്തെത്തിയിരിക്കുന്നു. വിജയാഘോഷത്തിൽ പാകിസ്ഥാനും ടിപ്പു സുൽത്താനും ജയ് വിളിച്ചു എന്ന ആരോപണം നേരിടുന്ന കർണാടകയിലെ മതമൗലികവാദികൾ ഹിജാബിന്റെയും പർദ്ദയുടെയും നിരോധനം എടുത്തു കളയുമെന്നും പ്രസ്താവിച്ചതിന്റെ തൊട്ടുപുറകെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ അപ്രമാദിത്വം ഉറപ്പിക്കുന്ന വിധത്തിലുള്ള അവകാശവാദങ്ങളുമായി സുന്നി വഖഫ് ബോർഡ് നേതാക്കൾ രംഗത്തെത്തിയത്. കർണാടകയിലെ 72 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിച്ചത് മുസ്ലിമുകൾ കാരണമാണെന്നും ഒരു സമുദായം എന്ന നിലയിൽ കോൺഗ്രസിന് മുസ്ലിമുകൾ ചെയ്ത ഈ ഉപകാരത്തിന് കോൺഗ്രസ് നന്ദി കാണിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വഖഫ് ബോർഡ് ചെയർമാൻ ഷാഫി സാദിയാണ് രംഗത്ത് വന്നത്. കോൺഗ്രസ് നേടിയെന്ന് കൊട്ടിഘോഷിക്കുന്ന വിജയത്തിന്റെ നിർണായക പങ്കും അവകാശപ്പെട്ടത് മുസ്ലിം സമുദായത്തിനാണെന്നും മിക്ക മുസ്ലിം സ്ഥാനാർത്ഥികളും മറ്റ് നിയോജക മണ്ഡലങ്ങളിലും പ്രചരണം നടത്തി ഹിന്ദു മുസ്ലിം ഐക്യം ഉറപ്പാക്കിയതുകൊണ്ട് മാത്രമാണ് ഈ വിജയം ഉണ്ടായതെന്നും അതുകൊണ്ട് കോൺഗ്രസ് കൊടുത്ത വാക്ക് പാലിച്ച് കർണാടകയിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനവും ആഭ്യന്തരം, റവന്യൂ, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ സുപ്രധാന വകുപ്പുകളെല്ലാം മുസ്ലിം മന്ത്രിമാർക്ക് നൽകണമെന്നുമാണ് കോൺഗ്രസിനിട്ട് എട്ടിന്റെ പണി കൊടുത്തുകൊണ്ട് ഇസ്ലാമിസ്റ്റുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വലതിന്റെയും ഇടതിന്റെയും കൂടെ തന്ത്രപൂർവം നിന്നുകൊണ്ട് കേരളത്തിലെ അധികാര രാഷ്ട്രീയത്തിൽ ഈ കണ്ട കാലങ്ങൾ കൊണ്ട് ഇസ്ലാമിസ്റ്റുകൾ നേടിയെടുത്ത കാര്യങ്ങൾ തന്നെയാണ് ഒറ്റയടിക്ക് സർക്കാർ രൂപീകരണത്തിന്റെ സമ്മർദ്ദത്തിൽ നിൽക്കുന്ന കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തിരിക്കുന്നത്. എത്രയൊക്കെ സ്നേഹവും ഐക്യവും ഒറ്റക്കെട്ട് സിദ്ധാന്തവും ഒക്കെ തട്ടിമൂളിച്ചാലും കാര്യത്തോടടുക്കുമ്പോൾ മുസ്ലിം രാഷ്ട്രീയ നേതാക്കൾ അവരുടെ തനി നിറം കാട്ടിക്കൊണ്ട് ഒന്നിച്ച് മാറി നിൽക്കുമെന്നും സമ്മർദ്ദത്തിന്റെയും വിലപേശലിന്റെയും രാഷ്ട്രീയ തന്ത്രങ്ങൾ പ്രയോഗിച്ച് അവരുടെ സമുദായത്തിന്റെ മാത്രം സുരക്ഷ ഉറപ്പാക്കും എന്നുമുള്ള വസ്തുത ഇവിടെ വീണ്ടും ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ്. BJP മുക്തമായ ദക്ഷിണേന്ത്യ എന്ന ആപ്തവാക്യം ഉയർത്തുന്നവരുടെ കപടതന്ത്രങ്ങളുടെ പിന്നാമ്പുറ കളികൾ അറിയാതെ അവർ ഉയർത്തുന്ന സമ്മർദ്ദ തന്ത്രങ്ങളിൽ കോൺഗ്രസ് വീണുപോയാൽ ദക്ഷിണേന്ത്യയിൽ സംഭവിക്കുന്നത് കൊടിയ വിപത്തായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ കർണാടക കേരളമാകാൻ ഇനി അധികം നാൾ വേണ്ട.